പ്രതിപക്ഷ നേതാവായതിനു ശേഷം രാഹുൽ ഗാന്ധിക്ക് ഇരിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളും രാഹുൽ ഗാന്ധി അവരുമായി സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതനുസരിച്ച് ഇന്ന് ഡൽഹി ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷനിലെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഉൾപ്പെടെയുള്ള ജോലിക്കാരുമായുള്ള രാഹുൽ ഗാന്ധിയുടെ ഇന്ററാക്ഷൻ മലയാളത്തിൽ ഇതാ. നമസ്കാരം, എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? നമസ്കാരം. ഇവിടെ ഇരിക്കാമോ? താങ്കൾ കണ്ടക്ടറാണ്? താങ്കൾ ഡ്രൈവറാണോ? അല്ല, കണ്ടക്ടർ. താങ്കൾ ഡ്രൈവർ. നിങ്ങൾക്ക് എത്ര പണം കിട്ടും? ദിവസം 800 രൂപ. അതിൽ നിന്ന് ചില അലവൻസ് കട്ട് ചെയ്യും. ദിവസവും കിട്ടുന്ന തുകയിൽ നിന്ന് ഇത് കട്ട് ചെയ്യും. താങ്കൾ ഡ്രൈവർ ആണല്ലേ? മൊത്തം 21,000. ഇവർക്ക് കിലോമീറ്റർ അനുസരിച്ചാണ്. അതെയോ? എത്ര മണിക്കൂർ ജോലി ചെയ്യണം? 8 മണിക്കൂർ. ചിലപ്പോൾ അതിനു മുകളിൽ 1-2 മണിക്കൂർ അധികം ജോലി ചെയ്താലും അതിന് പണമൊന്നും ലഭിക്കാറില്ല. പക്ഷേ നിങ്ങൾ പെർമനന്റ് ആണ് അല്ലേ? അല്ല സാർ, ഞങ്ങളെല്ലാം കോൺട്രാക്ട് ജോലിക്കാരാണ്. നിങ്ങൾക്ക് എത്ര പണം ലഭിക്കും? കോൺട്രാക്ടർക്ക് എത്ര കിട്ടും? ഞങ്ങളുടെ ഇടയ്ക്ക് കോൺട്രാക്ടർ ഇല്ല. DTCയുമായി ഡയറക്റ്റ് കോൺട്രാക്ട് ആണ്. ഞങ്ങൾക്ക് ദിവസം 800-816 രൂപയാണ് ലഭിക്കുന്നത്. അതിൽ നിന്ന് PF കട്ട് ചെയ്യും. മാസത്തിൽ ഞങ്ങൾക്ക് വിശ്രമമേ ഇല്ല. അത് ഹോളി ആണെങ്കിലും ദീപാവലി ആണെങ്കിലും ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒന്നും ഇല്ല. ഒരു ദിവസം പോലുമില്ല. ലീവ് എടുക്കുന്ന ദിവസത്തെ പൈസ കട്ട് ചെയ്യും. നിങ്ങൾക്ക് എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് മാന്യമായ വേതനം വേണം. ഞങ്ങളുടെ കുടുംബം പരിപാലിക്കാനുള്ള വേതനം. 5 മാസമായി ശമ്പളം ലഭിക്കുന്നില്ല. എങ്ങനെയാണ് വാടക കൊടുക്കുന്നത്? എങ്ങനെയാണ് കുട്ടികൾക്ക് പുസ്തകം വാങ്ങുന്നത്? എങ്ങനെയാണ് ട്യൂഷൻ ഫീ കൊടുക്കുന്നത്? ശമ്പളം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ബസ് ഓടിക്കുന്നുണ്ടോ? ഉണ്ട് സാർ. എന്തുകൊണ്ടാണ് ശമ്പളം ലഭിക്കാത്തത്? ഗവൺമെന്റ് തരുന്നില്ല. സംസ്ഥാനം പറയുന്നു കേന്ദ്രമാണ് നൽകേണ്ടതെന്ന്. കേന്ദ്രം പറയുന്നു സംസ്ഥാനമാണ് നൽകേണ്ടതെന്ന്. ഫണ്ട് റിലീസ് ആകുന്നില്ല. അതില്ല ഇതില്ല എന്നൊക്കെ കാരണം പറയും. 2 മാസത്തിനകം ശരിയാക്കാം എന്ന് പറയും. 2 മാസം കഴിയുമ്പോൾ വീണ്ടും 2 മാസം കൂടി കഴിയട്ടെ എന്ന് പറയും. നിങ്ങൾ ആരുടെ അടുത്ത് വേണമെങ്കിലും പൊയ്ക്കോളൂ, എന്ത് ചെയ്താലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയും. ഞങ്ങളുടെ കുട്ടികളോട് ഇത് ചെയ്യുന്നു. പുതുതായി എടുക്കുന്നവരുടെയും ഭാവി ഇങ്ങനെ നശിപ്പിക്കുന്നു. ഞാൻ DTCയിലെ ഒരു കോൺട്രാക്ട് കണ്ടക്ടർ ആണ്. ഓരോ വർഷവും കോൺട്രാക്ട് പുതുക്കും. ഡ്യൂട്ടി കുറവാണെങ്കിൽ കോൺട്രാക്ട് പുതുക്കുകയില്ല. പിന്നെ വെറുതെ വീട്ടിലിരിക്കേണ്ടി വരും. നിങ്ങളെ പെർമനന്റ് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ? അതെ സാർ, ഞങ്ങളെ സ്ഥിരപ്പെടുത്തണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ തുല്യ ജോലിക്ക് തുല്യ വേതനം വേണം. ഇതാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ഷീല ദീക്ഷിത്തിന്റെ കാലത്ത് പെർമനന്റ് ആയിരുന്നു. ഞങ്ങളെ സ്ഥിരപ്പെടുത്താത്തത് എല്ലാം പ്രൈവറ്റൈസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇങ്ങനെയെല്ലാം പ്രൈവറ്റൈസ് ചെയ്താൽ ഞങ്ങളുടെ കുട്ടികളുടെ ഭാവി എന്താവും? ഇപ്പോൾ DTCയിലുള്ള എല്ലാ ജോലിക്കാരും കോൺട്രാക്ടർമാരാണ്. ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 6 മാസമായി ശമ്പളമില്ലാത്തതിനാൽ ഡിപ്രഷൻ മൂലം ഞങ്ങളുടെ 24 ഹോം ഗാർഡുകൾ ഹാർട്ട് അറ്റാക്കും മറ്റ് രോഗങ്ങളും വന്ന് മരണപ്പെട്ടു. ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോ 6 മാസത്തേക്ക് ഞങ്ങളുടെ നിയമനം നീട്ടിക്കൊണ്ടുപോകും. ഞങ്ങൾ ഹോം ഗാർഡുകളായി ഓൾറെഡി ട്രെയിനിങ് പൂർത്തിയാക്കിയവരാണ്. ട്രെയിനിങ്ങിന് ശേഷം ഹോം ഗാർഡുകൾ ആയി നിയമിച്ചു. 10,285 ഒഴിവുകൾ നികത്താൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ജനുവരി വരെയാണ് ഞങ്ങൾക്ക് സമയം തന്നിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും 50 വയസ്സിന് മുകളിലുള്ളവരാണ്. ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് സെക്യൂരിറ്റിയുടേതോ മറ്റേതെങ്കിലുമോ ജോലിയോ ആരും നൽകില്ല. ഞാൻ ബസ് ഡ്രൈവറാണ്. തുല്യ ജോലിക്ക് തുല്യ വേതനമാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. താങ്കൾ തന്നെ പറയൂ, ഇദ്ദേഹത്തിന് ഇത്ര വയസ്സായി, ഈ പ്രായത്തിൽ എന്ത് ജോലി ആര് കൊടുക്കാനാണ്? ഇവരെന്ത് ചെയ്യും? ഈ പ്രൈവറ്റൈസേഷൻ കൊണ്ട് ആർക്കാണ് ഗുണമുണ്ടാകുന്നത്? അതിന്റെ ഗുണം കോടിപതികൾക്കാണ്, ഏറ്റവും വലിയ പണക്കാർക്ക് അല്ലേ? അതെ, നിങ്ങൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് അല്ലേ? എത്ര വർഷമായി വണ്ടി ഓടിക്കുന്നു? ഞാൻ വണ്ടി ഓടിക്കുകയല്ല, വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുകയാണ്. വളരെ വർഷമായി ജോലി ചെയ്യുന്നു. കോൺഗ്രസിന്റെ സമയത്ത് വളരെ നല്ല കാലമായിരുന്നു. ഞാൻ ആയ കാലം മുതൽ കോൺഗ്രസ്സുകാരനാണ്. താങ്കളെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങൾ താങ്കളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ദൈവം സഹായിച്ച് താങ്കൾക്ക് അവസരം കിട്ടിയാൽ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ആ കാര്യം ഒന്ന് മനസ്സിലിരിക്കണം. അതിനാലാണ് ഞാൻ ഇവിടെ വന്നത്. ഇവർ സാധാരണ മനുഷ്യരാണ്. നിങ്ങളുടെ ആളുകളാണ്. കോൺഗ്രസിന്റെ പേരിൽ താങ്കളെ സ്നേഹിക്കുന്നവരാണ് ഇവർ. ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിൽ മോദി സർക്കാരിന്റെ അത്രയും കഴിവുകേട്ട സർക്കാർ ഉണ്ടായിട്ടില്ല. പഠിപ്പുള്ളവരും ഇല്ലാത്തവരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാതായി. ദിവസവേതനക്കാർ മാസം 18,000 20,000 ഉണ്ടാക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടിയവർ മാക്സിമം 25,000 രൂപയാണ് ഉണ്ടാക്കുന്നത്. ജീവിതകാലം മൊത്തം ജോലി ചെയ്ത് തങ്ങളുടെ കുട്ടികൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ അവസാനം 25,000-നും 30,000-നും ഇടയ്ക്ക് ഉണ്ടാക്കിയാൽ ആയി. ഇതാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ.
എല്ലാവർക്കും തുറന്നു പറയണമെന്നുണ്ട്. പക്ഷേ തുറന്നു പറയുന്നവരെ ജയിലിലടക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. എല്ലാവരിലും ഭയം ജനിപ്പിക്കുന്നു, അല്ലേ? ജനങ്ങളുടെ മനസ്സിൽ ഭയം നിറയ്ക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സേവ് ചെയ്യാൻ സാധിക്കുമോ? അല്പം പോലും ഇല്ല സാർ. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പണം കൊടുക്കേണ്ടി വരുമോ? അതോ നിങ്ങൾക്ക് പാസ് ഉണ്ടോ? ഇല്ല സാർ, പാസ് ഒന്നുമില്ല. സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്തു വേണം യാത്ര ചെയ്യാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇനി രാഹുൽ ഗാന്ധി ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. നമസ്കാരം സഹോദര, എന്തുണ്ട് വിശേഷങ്ങൾ? നിങ്ങളെക്കുറിച്ച് പറയൂ. കുടുംബം എങ്ങനെ പോകുന്നു? കുട്ടികളുടെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു? ജോലി എങ്ങനെ പോകുന്നു എന്നൊക്കെ. എന്റെ ജോലി 12 മണിക്ക് തുടങ്ങും. ഞാൻ അകലെയാണ് താമസിക്കുന്നത്. ഇവിടെ എത്താൻ കുറെ ദൂരമുണ്ട്. എങ്ങനെയാണ് ഇവിടെ വരുന്നത്? ബസ്സിലാണ്. ഞാൻ കോൺട്രാക്റ്റിൽ ആണ്. കോൺട്രാക്ട് ലേബർ ആണ്. കോൺട്രാക്ട് തൊഴിലാളിയാണ്, അല്ലേ? അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പറഞ്ഞുവിടാം. അതെ, 1 വർഷത്തെ കോൺട്രാക്ട് ആണ് ഞങ്ങളുടെ. ഓരോ വർഷവും കോൺട്രാക്ട് പുതുക്കണം. നിങ്ങളുടെ കോൺട്രാക്ട് DTCയുമായിട്ടാണോ അതെയോ മിഡിൽമാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല സർ, DTCയുമായിട്ട്. ഞങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി സ്ഥിര ജോലിയാണ് വേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഗ്രാജുവേഷൻ കഴിഞ്ഞ് PhD ചെയ്യുന്നു. താങ്കൾ എങ്ങനെയാണ് ബസ്സിൽ വന്നത്? കണ്ടക്ടറും ഡ്രൈവറുമായിട്ട് സംസാരിക്കുന്നതിന്. അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. ഇതിനു മുമ്പ് ലോക്കോ പൈലറ്റുമാരുമായി ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ ബസ് ഡ്രൈവർമാർ പറഞ്ഞു ഞങ്ങളുമായി കൂടിക്കാഴ്ച നടത്തണമെന്ന്. അവർക്കും പ്രശ്നങ്ങളുണ്ട് എന്ന്. ഇവർക്ക് ശമ്പളത്തിന്റെ പ്രശ്നമുണ്ട്, ഹോം ഗാർഡുകൾക്ക് പ്രശ്നമുണ്ട്. താങ്കൾ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രശ്നങ്ങൾ കേൾക്കുന്നു. ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് ഡ്രൈവർക്ക് എന്ത് പ്രശ്നമുണ്ട്, കണ്ടക്ടർക്ക് എന്ത് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാവില്ല. അവർക്ക് എത്ര പണം ലഭിക്കുന്നു, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, കണ്ടക്ടർ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് സഹിക്കേണ്ടി വരുന്നത് എന്നൊക്കെ. നന്ദി സഹോദര. താങ്ക് യു സർ.